വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും തീരുമാനങ്ങൾ ഇപ്പോൾ എസ്.പിയും DFOയും അടങ്ങുന്ന സംഘത്തിൻ്റെ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മയക്കുവെടി വെക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ? ആനയുടെ ആരോഗ്യാവസ്ഥ അതിന് അനുകൂലമാണോ? ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുക്കേണ്ട സാഹചര്യമുണ്ട്. മറ്റേതെങ്കിലും മാർഗത്തിൽ കൂടി ആനയെ ഉടൻ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി തീരുമാനം വരാനുള്ളത്. ചേതൻ, നേരത്തെ ഈ കിണറ്റിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ച് രക്ഷാദൗത്യത്തിൻ്റെ ഒരു ശ്രമം അത് നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചേതൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വിവരം ഇപ്പോൾ എങ്ങനെയാണ്? അത്തരത്തിലുള്ള ഒരു രക്ഷാ നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ടോ? കാവ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ DFOയും SP എന്നുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. ആ കൂടിയാലോചനകൾ പൂർത്തീകരിച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഒരു ഔദ്യോഗിക അറിയിപ്പുണ്ടാവും. അതിനുശേഷം മാത്രമേ രക്ഷാദൗത്യത്തെ നിലവിലപ്പോൾ രക്ഷാദൗത്യം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് രക്ഷാദൗത്യത്തിലേക്ക് കടക്കുകയുള്ളൂ. അതെ, നിലവിൽ ഇപ്പോൾ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂടിയാലോചനകൾ കഴിഞ്ഞാൽ ഈ രക്ഷാദൗത്യം എങ്ങനെ വേണം, ഒരുപക്ഷെ പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണാൻ ആന സ്വയം രക്ഷപ്പെടാനുള്ളൊരു നീക്കം അത് മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആന സ്വയം മണ്ണിടിച്ച് കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വളരെ സമയമെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ശാരീരികമായ ആവശ്യത ഉണ്ട് എങ്കിൽ കൂടിയും സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഈ ആന കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇതുതന്നെയാണ് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് അധികൃതരും സൂചിപ്പിച്ചത്. ഈ നിലയ്ക്ക് ആന സ്വയം ഒരു രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തിയാൽ അത് ജനങ്ങൾക്ക് നേരെ തിരിയാനുള്ള സാധ്യതയടക്കം മുൻകൂട്ടി കാണണം. നിലവിൽ ആനയുടെ ശരീരത്ത് മുറിവുകളടക്കമുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടം എത്തിയത്. എന്തായാലും ആന ഇപ്പോൾ കിണറിന്റെ ഒരു വശം ഏറെക്കുറെ ഇടിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ചേതൻ, തുടരാം. അതെ, അങ്ങനെ തന്നെ. പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആന സ്വയം ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകർ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ആന സ്വയം രക്ഷപ്പെടാനുള്ള ഒരു നീക്കം തന്നെ ആനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുണ്ട്. അതിനർത്ഥം ആന വളരെ പരിഭ്രാന്തനാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടന്നേ മതിയാവും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. പക്ഷേ നേരത്തെ പോലെ അത്ര ആനയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവുന്നില്ല. ഒരു പക്ഷേ 6-7 മണിക്കൂറായി അത് കിണറ്റിൻ്റെ അകത്ത് തന്നെയാണ്. സ്വാഭാവികമായും ആരോഗ്യപരമായി വളരെ ക്ഷീണിതമായ ഒരു അവസ്ഥയിലാണ് ആനയുള്ളത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആന സ്വയം ഈ മണ്ണിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ ആനക്കൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊരു പാറക്കല്ല് കൊണ്ട് തീർത്തൊരു കിണറാണ്. സ്വാഭാവികം മണ്ണിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകർ കാണാം, കൊമ്പ് ഉപയോഗിച്ച് ആന തന്നെ സ്വയം മണ്ണ് മാറ്റുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.